നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് +2 ഫിസിക്സിൽ. നമ്മളപ്പോൾ ഇതിൽ +1 നമ്മൾ ഇതേ ഇലക്ട്രിസിറ്റിയും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററും പഠിച്ചിട്ടില്ല. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ച് 2-3 ചാപ്റ്റർ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്കറിയാവുന്നൊരു ഡെഫിനിഷൻ പ്രോപ്പർട്ടി ഓഫ് എ മാറ്റർ എന്ന് പറയാൻ പറ്റും അല്ലേ. അതേ കണക്ക് തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ ഇവ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. ഏത് മാറ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ്? ചാർജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നൊരു ഫോഴ്സ് ഉണ്ടല്ലേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ കാരണം വസ്തുവിൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ്? മാസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഈ ചാർജുകൾ പ്രധാനമായിട്ടും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിലേക്ക് പ്രോട്ടോൺ ഓർമ്മ വരും. ആര് ഓർമ്മ വരും? പ്രോട്ടോൺ. നെഗറ്റീവ് എന്ന് പറയുമ്പോഴോ ഇലക്ട്രോൺ. അപ്പോൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ചാർജുകൾ ആരായിരിക്കും? അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ചാർജുകൾ എന്ന് പറയുന്നത് പ്രോട്ടോണും ഇലക്ട്രോണും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വ്യത്യസ്തമായ ചാർജുകളായിരിക്കും മക്കളെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. ഇനി റിപ്പൽ ചെയ്യപ്പെടുന്ന ഏതാണ്? റിപ്പൽ ചെയ്യുന്ന ഏതാ? റിപ്പൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സെയിം ചാർജസ് ആയിരിക്കും അല്ലേ. ഈ ചാർജിൻ്റെ ഒരു സിമ്പൽ ഉണ്ടല്ലേ. ചാർജിൻ്റെ സിമ്പൽ എന്ന് വെച്ചാൽ നമ്മൾ ക്യൂ എന്നാണ് സൂചിപ്പിക്കുന്നത്. ക്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ സ്മാൾ ക്യൂ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൂളംബാണ്. എന്താണ്? കൂളംബാണ്. കൂളംബ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ടാണ് കൂളം എന്നാണ് ചാർജിൻ്റെ യൂണിറ്റ്. ചാർജ് എന്ന് പറഞ്ഞാൽ സ്കെയിലാറാണോ വെക്ടറാണോ? ചാർജ് സ്കെയിലാറാണ്. ചാർജ് എന്താണ്? സ്കെയിലാറാണ്. ഇപ്പോൾ ചില പിള്ളേർ ചോദിക്കും, എൻ്റെ പൊന്ന് ചെറുക്ക, അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്കെയിലാർ എന്ന് പറഞ്ഞിട്ട് ചാർജ് നെഗറ്റീവ് ആകുന്നല്ലോ. ചിലപ്പോൾ നമ്മൾ ഫിസിക്സിൽ പറയുന്നു നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ എന്നൊക്കെ പറയാറില്ലേ. എടാ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, നമ്മൾ വർക്ക് പഠിച്ചിട്ടുണ്ടല്ലേ +1. വർക്ക് എന്താ ഉണ്ട്? പോസിറ്റീവ് ഉണ്ട്, വർക്ക് നെഗറ്റീവ് ഉണ്ട്, വർക്ക് എന്തും കൂടെ ഉണ്ട്? സീറോയും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒരു നെഗറ്റീവ്, ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ, പ്രോപ്പർട്ടി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് സ്കെയിലാർ വെക്റ്റർ ആണെന്നല്ല. അതെന്താണ്? ചിലപ്പോൾ സ്കെയിലാർ ആണ്. അപ്പോൾ ചാർജ് എന്ന് പറഞ്ഞാൽ എന്തൊരു ക്വാണ്ടിറ്റിയും കൂടാണ് മക്കളെ? സ്കെയിലാർ ക്വാണ്ടിറ്റിയും കൂടാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. കറണ്ട് ഐ ഈസിക്കൽ ഇതാണ് Q/T ആണ്. Q/T ആണ് K അല്ലേ. സോ Q എന്താണ്? IT എന്നും പറയാൻ പറ്റും. Q/IT. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ പേരാണോ IT ഇൻഫർമേഷൻ ടെക്നോളജി? അല്ല. Q കറണ്ട് ഇൻറ്റു ടൈമാണ്. എന്താടാ മക്കളെ? എന്താടാ ഇനി നമുക്ക് ഡയമെൻഷൻ പറഞ്ഞു നോക്കാം. ഈ പറഞ്ഞ ഡയമെൻഷൻ എന്താണ്? കറണ്ടിൻ്റെ ഡയമെൻഷൻ എടുത്ത് നമുക്ക് എന്താ പറയാൻ പറ്റും? ഐയുടെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ A ആണ്. ടൈമിൻ്റെ ഡയമെൻഷൻ T ആണ്. അപ്പോൾ എന്താണ് ഡയമെൻഷൻ? AT ആണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് ആണ് അല്ലേ. പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് എടുക്കാൻ നേരത്ത് ചാർജിന് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പ്രോപ്പർട്ടീസാണുള്ളത്. ഒന്ന് അഡിറ്റിവിറ്റി ഓഫ് ചാർജാണ്. എന്താണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജ്? ഞാൻ മൊത്തത്തിൽ ഇവിടെ 3 ചാർജ്, 3 കൂളമ്പ്, -2 കൂളമ്പ്, 1 കൂളമ്പ്. ഈ ടോട്ടൽ നെറ്റ് ചാർജ് കാണാൻ പറയാൻ പൊന്നു മോനെ ഒന്നുമില്ല, നീ എല്ലാം കൂടെ കൂട്ടിയാൽ മതി. 3 + 1 + -2 4 - 2 കൂളമ്പാണ്. നമുക്ക് ഇതേപോലെ ചാർജിന് ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മളെന്ന് പറയുന്നത് അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. കൺസേവ്ഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കൺസേവ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്കറിയാൻ പറ്റും അല്ലേ. മാസ് കൺസർവേഷൻ, എനർജി കൺസർവേഷൻ. അതേപോലെ എന്താണ്? ചാർജും കൺസേവ്ഡ് ആണ്. ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം ഈസ്, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് എന്താണ് മക്കളെ? കൺസേവ്ഡ് ആണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുള്ള ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ്. ഈ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ ഒറ്റ സെൻറ്റൻസ്, ഒരൊറ്റ ഇക്വേഷൻ എഴുതിയാൽ മതി. Q ± NE എന്നുള്ളതാണ്. എന്താണ്? Q ± NE എന്നുള്ളതാണ്. Q ± NE. എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? 1 2 3 4 എത്ര വേണമെങ്കിലും പോവാം. എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞടാ മക്കളെ, എന്ന് വെച്ചാൽ എന്താണ്? എന്ന് വെച്ചാൽ 1.6 × 10 - 19 കൂളമ്പാണ്. ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ വാല്യൂ ആണ്. അതായത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെയോ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെയോ ചാർജ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോൺ ഓർ പ്രോട്ടോൺ എന്ന് പറയാൻ പറ്റും. ഇലക്ട്രോൺ ഓർ എന്താ പറയാൻ പറ്റും?
പ്രോട്ടോൺ. അപ്പോൾ ചിലർ ചോദിക്കും, എന്താണ് മാഷേ, എന്താണ് മിസ്റ്റർ നിങ്ങൾ ഈ പ്രോട്ടോണും കൂടെ പറഞ്ഞത്? എടാ, ഇത് -1.6 × 10⁻⁻⁹ ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ്. പ്രോട്ടോണിൻ്റെ ചാർജ് എന്തുവാടാ നീയൊക്കെ പഠിച്ചിട്ടുള്ളത്? ഇലക്ട്രോണിൻ്റെ സെയിം ചാർജ് തന്നെയാണ് പ്രോട്ടോണിനുമുള്ളത്. പോസിറ്റീവ് ആകും എന്ന് പറഞ്ഞാൽ എന്താ പറയുക, +1.6 × 10⁻⁻19 കൂളമ്പാണ്. എടാ മക്കളത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കേ. വെൻ എ ബോഡി ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്, ഇറ്റ്സ് മാസ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഒരു വസ്തുവിന് നെഗറ്റീവ് ചാർജ് കിട്ടണമെങ്കിൽ, ഒരു ഒബ്ജക്റ്റിന് നെഗറ്റീവ് ചാർജ് കിട്ടണമെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റാണ്. ഓൾറെഡി നമുക്കറിയാം ഈ പറഞ്ഞ കണക്ക് ന്യൂട്രലായിരിക്കും. അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് ആര് വരണം? എടാ, ഇങ്ങോട്ടൊരു ഇലക്ട്രോൺ വരണം. എടാ, ഇങ്ങോട്ടൊരു ഇലക്ട്രോൺ വരുമ്പം ആ ഇലക്ട്രോണിൻ്റെ മാസ്, ഒരു ഇലക്ട്രോണിൻ്റെ മാസും കൂടി ഇവന് കിട്ടിയില്ലേടാ. അങ്ങനെ ആകുമ്പോൾ ഇറ്റ്സ് മാസ് എന്താണ്? ഇൻക്രീസസ് ആണ്. ഇനി ഒരു വസ്തു പോസിറ്റീവ്ലി ചാർജ്ഡ് ആവണമെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇറങ്ങി എങ്ങോട്ട് പോകണമെടാ? പുറത്തോട്ട് പോകണം. അങ്ങനെ ആകുമ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ മാസ് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവൻ വെൻ എ ബോഡി ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്, ഇറ്റ്സ് മാസ് സ്ലൈറ്റ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിക്രീസസ് എന്ന് പറയാൻ പറ്റും. എന്താ പറയാൻ പറ്റും? ഡിക്രീസസ്. ഐഡിയ മനസ്സിലാവുന്നുണ്ടോ? ഒരു ഒബ്ജക്റ്റിലോട്ട് ഒരു ഇലക്ട്രോൺ വന്നു കഴിയുമ്പോൾ അതിൻ്റെ മാസും കൂടെ അവിടെ ആഡ് ചെയ്യപ്പെടുകയാണ്. സോ അതിൻ്റെ മാസ് എന്തെങ്കിലും തീർച്ചയായിട്ടും കൂടും അല്ലേ? നമ്മളെ വെയിറ്റ് ഇപ്പോൾ 50 കിലോയാണ്. എന്നിട്ട് നമ്മളൊരു 5 കിലോ വെയിറ്റുള്ള ഒരു അരിച്ചാക്കും കൂടെ എടുത്ത് വെച്ചിട്ട് നമ്മളെ വെയിറ്റ് നോക്കിയാൽ 55 അതേ സെയിം സംഭവം തന്നെയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൂളംബ്സ് ലോ എന്ന് പറയപ്പെടുന്നത്. എന്തെല്ലാമാണ്? കൂളംബ്സ് ലോ. നമ്മൾ നേരത്തെ കൂളംബ് എന്ന് പഠിച്ച എവിടെയാണ് നമുക്ക് മനസ്സിലാക്കിയത്? കറണ്ട് അല്ല, ചാർജിൻ്റെ യൂണിറ്റാണ് കൂളംബ് എന്ന് പറഞ്ഞത്. എടാ, കൂളംബ്സ് ലോ എന്ന് പറയുമ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷണൽ ലോ അറിയാം അല്ലേ? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, F=G(m)/d² എന്താണ്? d² അല്ലെങ്കിൽ r². നമുക്കിതെല്ലാം അറിയാം. ഇതറിയെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ വേറെ ഒന്നും പഠിക്കേണ്ട. 2 ചാർജുകൾ ഇരിക്കുകയാണ്. ആ 2 ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? r ആണ്. 2 ചാർജുകൾ ഇരിക്കുന്നു. ആ 2 ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എടാ മക്കളെ, r ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ, ഈ ചാർജുകൾ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിൻ്റെ പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഫോഴ്സ് 2 ടൈപ്പ് ഉണ്ട്. സെയിം ചാർജ് ആണെങ്കിൽ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആണ്. ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഓക്കെ അല്ല മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് എന്ന് വെച്ചാൽ Q1 ഇൻറ്റു എന്താണ്? Q2 ആണ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അല്ലേ? ഇവ തമ്മിലുള്ള അകലം 6 ആണ്. അതിൻ്റെ വർഗ്ഗത്തിന്, അതിൻ്റെ സ്ക്വയറിന് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാണ് പറയുന്നത്. നമുക്കിത് ഒന്നിച്ചെഴുതുമ്പം F=Q1 Q2 എന്താ മക്കളെ? r² അല്ലേ? നമുക്ക് ഫിസിക്സിനകത്തൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പ്രൊപ്പോർഷണാലിറ്റി മാറ്റണം. എടാ, അങ്ങനെ ചുമ്മാ മാറ്റാൻ പറ്റൂ? ചുമ്മാ മാറ്റിയ അവ സമ്മതിക്കൂ? എടാ, സമ്മതിക്കത്തില്ലടാ കൊച്ചനെ. നമ്മളപ്പോൾ എന്താ വേണം? നമ്മളപ്പോഴത്തേക്ക് അവിടെ ഒരു പ്രൊപ്പോർഷണൽ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവൻ്റെ പേരാണ്, വളരെ മനോഹരമായ പേരാണ്, 1/4πε0 ഇൻറ്റു Q1 Q2 എന്താണ്? r² ആണ്. 1/4πε0 Q1 Q2 എന്താണ്? r² ആണ്. എടാ, ഇവിടെയാണ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ്. ഇവൻ്റെ വിലയാണ് 1/4πε0 വിലയാണ് 9 ഇൻറ്റു 10⁻⁹. പഠിക്കണം. 9 ഇൻറ്റു 10⁻⁹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ε0ക്ക് ഒരു പേരുണ്ട്. അവൻ്റെ പേരാണ്, പല പേര് പറയാം, പെർമിറ്റിവിറ്റി ഓഫ് എയർ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയാൻ പറ്റും? വാക്വം എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് എന്നൊക്കെ പറയാൻ പറ്റും. എടാ, നമുക്ക് ഓൾറെഡി അറിയാം വാക്വം എന്ന് വെച്ചാൽ എന്താണ്? വാക്വം എന്ന് വെച്ചാൽ ഏകദേശം എയർ എന്ന് പറയാം. കംപ്ലീറ്റ് എയർ അല്ല, അവിടെ ഒരു എയർ പാർട്ടിക്കിളും കാണത്തില്ല വാക്വം എന്ന് പറയുമ്പം. അതായത് ഈ ചാർജുകൾ ഇരിക്കുന്നത് ഈ എയറിലോ അല്ലെങ്കിൽ വാക്വത്തിലോ ആണെങ്കിലാണ് ഈ ഒരു വാല്യൂ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? ഇവനൊരു വിലയുണ്ട്. ഇവൻ്റെ വില വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 8.85 ഇൻറ്റു 10⁻⁻12. 8.85 ഇൻറ്റു 10⁻⁻12 ആണ്. 8.85 ഇൻറ്റു 10⁻⁻12 ആണ്. എടാ, തീർന്നിട്ടില്ല.
നമുക്ക് ഈ പറഞ്ഞ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എയറിൻ്റെ യൂണിറ്റും ഡയമെൻഷനും കണ്ടുപിടിക്കണം. നമ്മൾ ഒരിക്കലും ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓൾറെഡി തന്നെ ദി ഇക്വേഷൻ നമുക്കറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കറിയാം എഫ് ഈസിക്കൽ ടു ഈ ഇക്വേഷനാണ്. നമുക്കറിയാം എഫ് ഈസിക്കൽ ടു എന്താണ് 1/4 അബ്സല്യൂട്ട് 0 Q1 Q2 എന്താണ് R² ആണ്. നമുക്ക് അബ്സല്യൂട്ട് 0 ഡയമെൻഷനും ഈ പറഞ്ഞ കണക്ക് തന്നെ യൂണിറ്റുമാണ് വേണ്ടത്. ഇപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് 0 ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ എന്താ വരും 1/4 Q1 Q2 എന്താണ് F × R². നോക്കേടാ ഈ പറഞ്ഞ യൂണിറ്റ് എടുക്കുമ്പം ഇത് 1/4 എന്ന് വെച്ചാൽ അത് കോൺസ്റ്റൻ്റ് ആണ്. അതിന് യൂണിറ്റ് ഉണ്ടോ മക്കളെ? ഇല്ല. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളംബാണ് അല്ലേ. 2 ചാർജ് ഉള്ളതുകൊണ്ട് കൂളം സ്ക്വയർ. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ലെങ്ത് ആണ് ഡിസ്റ്റൻസ് R എന്ന് പറഞ്ഞാൽ ആറിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. R² ആയതുകൊണ്ട് എന്താണ് മീറ്റർ² ആണ്. അപ്പം യൂണിറ്റ് പറഞ്ഞ മക്കളെ എന്താണ്? യൂണിറ്റ് ഈസിക്കൽ ടു എന്താണ് അബ്സല്യൂട്ട് 0യുടെ യൂണിറ്റ് c²/N c²/N ആണ്. c²/N ആണ്. ഇത് ഡയമെൻഷനും കൂടെ കണ്ടുപിടിച്ചത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. നമുക്കറിയാം ചാർജിൻ്റെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ചാർജിൻ്റെ ഡയമെൻഷൻ 80 ആണ്. ചാർജിൻ്റെ ഡയമെൻഷൻ എങ്ങനെയാണ്? 80 ആണ് അല്ലേ. കാരണം ചാർജ് ഈസിക്കൽ ടു Q ഈസിക്കൽ ടു എന്താണ് നമുക്കറിയാം IT കിട്ടും അല്ലേ. അപ്പം I ഈസിക്കൽ ടു Q/T ആണ്. സോ നമുക്കറിയാൻ പറ്റും ഐയുടെ ഡയമെൻഷൻ A ആണ്, ടൈമിൻ്റെ T ആണ്. സോ ചാർജിന് വരെ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റും? 80² കൊടുക്കാൻ പറ്റും അല്ലേ. ഡിവൈഡ് ബൈ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എല്ലാവരും അറിഞ്ഞിരിക്കണം. ml T⁻² ആണ്. ഇതിൻ്റെ L² ആണ്. ഇതിൻ്റെ എന്താണ് L² ആണ്. നമ്മളിത് വെട്ടി ചെറുതാക്കി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് A² m⁻⁻1 L³ T⁻4. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളിത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി ഇക്വേഷൻ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് അബ്സല്യൂട്ട് 0യുടെ യൂണിറ്റും അതേപോലെ ഡയമെൻഷനും മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പെർമിറ്റിവിറ്റി ഓഫ് എയർ ആണ് പഠിച്ചത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് നമ്മൾ മനസ്സിലാക്കി അല്ലേ. യൂണിറ്റ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? യൂണിറ്റ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഓൾറെഡി നമുക്കറിയാം F ഈസിക്കൽ ടു 1/4 അബ്സല്യൂട്ട് 0 Q1 Q2 R² ആണ്. ഈ ഇക്വേഷനിൽ നിന്നുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ SI യൂണിറ്റും അതേ കണക്ക് തന്നെ എന്തും കിട്ടുന്നത്, ഡയമെൻഷനും കിട്ടുന്നത്. യൂണിറ്റ് നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയത് c²/Nm² ആണ്. കറക്റ്റല്ലേടാ? ഇനി ഡയമെൻഷൻ നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? ഡയമെൻഷൻ കിട്ടുന്നത് എത്രയാണ്? ഡയമെൻഷൻ അതായത് A⁻² m⁻⁻1 L⁻³ T⁻4. ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമുക്കിത് സെയിം ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. കാരണം ഇത് ചാർജിൻ്റെ ഡയമെൻഷനാണ്, ഇതെന്താണ് ഫോഴ്സിൻ്റെ ഡയമെൻഷനാണ്, ഇത് മീറ്റർ ലെങ്ത്തിൻ്റെ സ്ക്വയറിൻ്റെ ഡയമെൻഷനാണ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കുക റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ചാർജുകൾ എന്ന് പറയുന്നത് ഈ ഫ്രീ സ്പേസുകൾ മാത്രമുള്ളതാണ്. ചാർജ് ഫ്രീ സ്പേസിൽ മാത്രമല്ല. ഇപ്പോൾ ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയമോ, എയർ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയമാണ്, അതുപോലെ വാട്ടർ എന്ന് വെച്ചാൽ മറ്റൊരു മീഡിയമാണ്. ഈ പറഞ്ഞ പാറക്കല്ലെന്ന് വെച്ചാൽ മറ്റൊരു മീഡിയമാണ് അല്ലേ. സിൽക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്കെയില്. ഇവിടെയൊക്കെ ചാർജ് ഇല്ലേ? നമ്മൾ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? തലമുടിയിൽ എണ്ണ അല്ലെങ്കിൽ എണ്ണമയമുള്ള തലമുടിയിൽ നമ്മൾ സ്കെയിൽ കൊണ്ട് ഉരസിയിട്ട് നമ്മൾ പേപ്പർ കഷ്ണങ്ങളെ അട്രാക്ട് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ചാർജുണ്ട്. ഇതെല്ലാം വേറെ വേറെ മീഡിയങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് പറഞ്ഞ കണക്ക് അബ്സല്യൂട്ട് 0 ഫ്രീ സ്പേസിലോ അല്ലെങ്കിൽ എയറിലോ മാത്രമുള്ള പെർമിറ്റിവിറ്റി ഒരു അന്തരവുമില്ല. അപ്പം പല മീഡിയത്തിലും പെർമിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ. റിലേറ്റീവ് എന്ന് വെച്ചാൽ ഒന്നിൻ്റെ പെർമിറ്റിവിറ്റിയെ മറ്റൊന്നുമായി നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ കോൺസ്റ്റൻ്റായി വെച്ചിരിക്കുന്ന പെർമിറ്റിവിറ്റി ആരാണ്? എയറാണ്. എയറിൻ്റെ പെർമിറ്റിവിറ്റിയെ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയും. അവൻ്റെ സിമ്പലാണ് അബ്സല്യൂട്ട് R എന്ന് പറയും. ചിലർ നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ K എന്നും പറയാറുണ്ട്. നമ്മളിവിടെ എടുക്കുന്നു അബ്സല്യൂട്ട് R, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അബ്സല്യൂട്ട്/0. എന്താണ് അബ്സല്യൂട്ട്? അബ്സല്യൂട്ട് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. മീഡിയം എന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും ആകാം. എന്താണ് അബ്സല്യൂട്ട് 0? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കണക്കാണ് പെർമിറ്റിവിറ്റി ഓഫ് എന്താ പറയാൻ പറ്റുക? എയർ അല്ലെങ്കിൽ
വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസ് പറയാൻ പറ്റും അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഈ ഫോഴ്സിൻ്റെ ടേംസിൽ ഒരു റിലേഷൻ കണ്ടുപിടിക്കുക. ഫോഴ്സിൻ്റെ ടേംസിൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫോഴ്സ് ഇൻ ഫ്രീ സ്പേസ് എഴുതിയാണ്. ഫോഴ്സ് ഇൻ ഫ്രീ സ്പേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. എഫ് ഈക്വൽ എന്താണ്? 1/4πε0 Q1 Q2/r². എടാ ഇനി ഫോഴ്സ് ഇൻ മീഡിയം പറഞ്ഞേ. ഫോഴ്സ് ഇൻ മീഡിയം എടാ ഒന്നുമില്ല, ഈ 1/4π അപ്സിലോൺ സീറോ ഒന്നും അല്ല, ആപ്സിലോൺ. കാരണം ഇവിടെ മീഡിയം വന്നേക്കല്ലേ. എടാ മീഡിയം അല്ലേ എടാ, മീഡിയത്തിന് നമ്മൾ എന്തു പറഞ്ഞേക്കുന്നത്? ദാണ്ട അപ്സിലോണാണ്. അപ്പോൾ അപ്സിലോൺ സീറോയ്ക്ക് പകരം നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യുന്നു? അപ്സിലോൺ റീപ്ലേസ് ചെയ്യുന്നു Q1 Q2/r². എടാ വലിയൊരു പരിപാടി നമുക്കിവിടെ കാണിക്കാം. നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നുകൊണ്ട് നമുക്കിവിടെ ഒരു കാര്യം അറിയാം. അപ്സിലോൺ ആർ ഈസ് ഇക്വൽ ടു അപ്സിലോൺ/അപ്സിലോൺ സീറോ. സോ അപ്സിലോൺ ഈസ് ഇക്വൽ ടു അപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോണൊക്കെ പ്രൊനൗൺസിയേഷൻ നിങ്ങൾ നോക്കണം കേട്ടോ. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവണമെന്നില്ല. എപ്സിലോൺ ആണല്ലോ. എടാ നമുക്ക് ഇവനെ ഇവിടെ കൊടുത്തൂടെ? എടാ കൊടുക്കുന്നതുകൊണ്ട് പാടുണ്ടോടോ? ഉണ്ടോ? ഒരു പാടുമില്ല. സോ എഫ് ഈസ് ഇക്വൽ ടു 1/4π അപ്സിലൂണിന് പകരം എന്താ കൊടുക്കാൻ പറ്റും? അപ്സിലൂൺ ആർ ഇൻറ്റു അപ്സിലോൺ സീറോ Q1 Q2/r². എടാ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഫിസിക്സിനകത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച്മെൻ്റ് ആണല്ലേ. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. കുറച്ച് മഷിയുടെ കേസല്ലേ ഉള്ളൂ. 1/4π അപ്സിലോൺ സീറോ Q1 Q2/r² ഇൻറ്റു 1/εr. ദാ ഈ കിടക്കുന്ന നമ്മളെ കരേന ഉണ്ടല്ലോ, ഈ കരേന എടുത്ത് നമ്മൾ ഇവിടെ കൊണ്ടിട്ടു. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതറിയാം. ഇതിന് നമുക്ക് എന്താ പറയാൻ പറ്റും? ഇത് നമ്മൾ എഴുതുന്നത് ഫോഴ്സ് ഇൻ മീഡിയമാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻ എയർ ആണ്. ഫോഴ്സ് ഇൻ എയർ ഡിവൈഡ് ബൈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അല്ലെങ്കിൽ നമുക്ക് എഴുതാം അപ്സിലോൺ ആർ